ഓം നമോ ഭഗവതേ വാസുദേവായ. പരമാത്മാവ് തന്നെയാണ് ഇവിടെ പല ദേവീദേവന്മാരായിട്ട് ഇരിക്കുന്നത് എന്ന് തിരിച്ചറിയാത്ത ഒരാൾ തൻ്റെ ഇഷ്ട ദേവതയെ മനസ്സിൽ പലവിധത്തിലുള്ള ആഗ്രഹങ്ങൾ വെച്ചാണ് ഉപാസിക്കുന്നത്. അതിനെയാണ് ഭഗവാൻ അവിധിപൂർവകമായിട്ടുള്ള ഉപാസന എന്ന് പറഞ്ഞത്. എന്നാൽ പരമാത്മാവിനെ തനിക്ക് എത്തിച്ചേരേണ്ട ഒരു ഇടമാണ്, തനിക്ക് ലക്ഷ്യമായിട്ടിരിക്കുന്ന ഞാനെന്ന ജീവാത്മാവിന് ലക്ഷ്യസ്ഥാനമായിരിക്കുന്ന പരമാത്മാവാണ് എന്ന ചിന്തയോടുകൂടെ ഭഗവാനിൽ മനസ്സ് വെച്ചിരിക്കുക, വേറെ ഒന്നും ആഗ്രഹിക്കാതെ അങ്ങനെ ഉപാസിക്കുമ്പോൾ അതാണ് വിധിപൂർവകമായ ഉപാസന. ഈ രണ്ട് കൂട്ടർക്കുമുള്ള വ്യത്യാസം അല്ലെങ്കിൽ അവരെവിടെ എത്തിച്ചേരുന്നു എന്നതിനെക്കുറിച്ചാണ് 25ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. യാന്തി ദേവവ്രതാ ദേവാൻ പിതॄൻ യാന്തി പിതൃവ്രതാ ഭൂതാനി യാന്തി ഭൂതേജ്യ യാന്തി മദ്യാജിനോപി മദ് യാജിനഃ അപി മാം. ദേവവ്രതാഹ, യാഗാദി കർമ്മങ്ങളിലൂടെ ദേവന്മാരെ ഭജിക്കുന്നവർ, ഇന്ദ്രാദിദേവന്മാരെ ഭജിക്കുന്നവർ ദേവാൻ യാന്തി, അതാത് ദേവന്മാരുടെ അനുഗ്രഹത്തിന് പാത്രങ്ങളായിട്ട് അവരവരുടെ ലോകത്തിലേക്ക്, ഇന്ദ്രനെ ഭജിക്കുന്നവർ ഇന്ദ്രലോകത്തിലെത്തുന്നു. അങ്ങനെ ഓരോരോ ദേവന്മാർക്കും അവരവരുടേതായ ഒരു ലോകമുണ്ട്, ആ ലോകത്തിൽ എത്തുന്നു. പിതൃവ്രതാഹ, ഇനി എപ്പോഴും ശ്രാദ്ധാദി കർമ്മങ്ങളൊക്കെ വളരെ കൃത്യമായി ചെയ്ത് പിതൃക്കളെ തൃപ്തിപ്പെടുത്തുന്നവർ, പിതൃക്കൾക്ക് പ്രിയപ്പെട്ടവരായി ഭവിച്ച് അവരുടെ ലോകത്തിൽ എത്തുന്നു. ഇനി ഭൂതേജ്യാഹ, ഭൂത ഇജ്യാഹ, ഭൂതഗണങ്ങളെ, ഇപ്പം ശിവൻ്റെയൊക്കെ ഭൂതഗണങ്ങൾ അല്ലാതെയുള്ള ഈ തമോ ഗുണപ്രധാനന്മാരായിട്ടുള്ള ദേവീദേവന്മാരുണ്ട്. കാലഭൈരവൻ, ചില തെയ്യക്കോലങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ആ ദേവന്മാരെ ഉപാസിക്കുന്നവരാണ് ഭൂതേജ്യാഹ. അവർ അവരുടെ ആ ലോകത്തിൽ എത്തിച്ചേരുന്നു. ഇനി മത് യാജിനഃ, അതാണ് മദ്യാജിനഃ, എന്നെ യജിക്കുന്നവർ, പൂർണ്ണമായും ഭഗവാനിൽ എത്തിച്ചേരുകയാണ് ലക്ഷ്യം എന്ന ചിന്തയോടുകൂടെ ഭഗവാനെ ഭജിക്കുന്നവർ മാം അപി യാന്തി, എന്നിലേക്ക് തന്നെ പ്രാപിക്കുന്നു. അപ്പോൾ ഏത് ഭാവത്തിലാണോ നമ്മൾ ആരാധിക്കുന്നത് ആ ഭാവത്തിലേക്ക് തന്നെയാണ് നമ്മൾ എത്തിച്ചേരുന്നത്. എല്ലാം ഒരേ ഒരു പരമാത്മാവിൻ്റെ വിവിധ ഭാവങ്ങളാണ് എങ്കിലും അങ്ങനെ തിരിച്ചറിയാതെ ആരാധിക്കുന്നത് കൊണ്ട് ഏത് ഭാവത്തിൽ ആരാധിക്കുന്നുവോ ആ ഭാവത്തിൽ വന്നാണ് ഭഗവാൻ നമ്മെ അനുഗ്രഹിക്കുന്നത്. ഒരു അമ്മ ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് അമ്മയാണ്. എന്നാൽ ആ അമ്മ പുറത്ത് ഒരു പക്ഷേ ഒരു കലക്ടറായിരിക്കാം. എന്നാൽ കുഞ്ഞിന് അതൊന്നും ബാധകമല്ല, കുഞ്ഞിൻ്റെ മനസ്സിൽ അമ്മയാണ്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ മുമ്പിൽ കലക്ടർ എന്ന ഭാവമൊക്കെ മാറ്റിവെച്ചാണ് അമ്മ അമ്മയായിട്ടിരിക്കുന്നത്. ഇതാണ് ആ പരമാത്മാവും നമ്മളോട് ചെയ്യുന്നത്. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഞാൻ തന്നെയായിരിക്കുന്ന ചൈതന്യമാണ് എന്ന് ചിന്തിക്കാത്തിടത്തോളം നമ്മുടെ മനസ്സിന് ഏത് ഭാവമാണോ ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് ആ ഭാവത്തിലാണ് നമ്മൾ ഭഗവാനെ ആരാധിക്കുന്നത്. അതേ ഭാവത്തിൽ, കാരണം നമുക്കതേ ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ, ആ ഭാവത്തിൽ ആ പരമാത്മാവ് തന്നെ ഒരു ദേവൻ്റെയോ ദേവിയുടെ രൂപത്തിൽ നമ്മെ അനുഗ്രഹിക്കാൻ എത്തുന്നു. അങ്ങനെയുള്ളവർ
മരണശേഷം അതേ ദേവന്മാരുടെ ലോകത്ത് ഏത് തരത്തിലുള്ള ആരാധന ചെയ്തുവോ ആ തരത്തിലുള്ള ലോകത്തിൽ എത്തിച്ചേരുന്നു. മുൻപ് പറഞ്ഞു, സ്വർഗത്തിലെത്തിയാൽ പോലും തിരിച്ച് ഭൂമിയിലേക്ക് വരണം. പുണ്യം കഴിഞ്ഞാൽ തിരിച്ച് ഭൂമിയിലേക്ക് വരുന്നു. അപ്പോൾ ഏത് ഭാവത്തിൽ ആരാധിക്കുന്നുവോ ആ ഭാവത്തിൽ ആ പരമാത്മാവ് തന്നെ നമ്മെ പല രീതിയിൽ വന്ന് അനുഗ്രഹിക്കുന്നു. യാന്തി ദേവവ്രതാ ദേവാൻ പിതൃൻ യാന്തി പിതൃവ്രതാ ഭൂതാനി യാന്തി ഭൂതേജ യാന്തി മദ്യാജിനോപിമാ. ഇനി സകാമഭക്തിക്കും നിഷ്കാമഭക്തിക്കുമുള്ള മറ്റൊരു വ്യത്യാസം ഭഗവാൻ പറയുകയാണ്. മോക്ഷത്തെ ലക്ഷ്യമാക്കിയുള്ള നിഷ്കാമ ഭജനം അത്യന്തം ലളിതവും സുകരവുമാണ്. ഒട്ടും വിഷമമില്ല ചെയ്യാൻ. എന്നാൽ സകാമ ഭജനങ്ങൾക്ക് പ്രയത്നം ആവശ്യമാണ്, പണച്ചെലവും കൂടും. നമുക്കറിയാം, ഏത് ക്ഷേത്രത്തിൽ പോയാലും ഒരു ചെറിയ ഒരു പുഷ്പാഞ്ജലി കഴിക്കാൻ വരെ പൈസ ചെലവുണ്ട്. ഇനി നമ്മുടെ ആഗ്രഹങ്ങൾ കൂടുന്തോറും വഴിപാടിനുള്ള പണച്ചെലവും കൂടും. മാത്രമല്ല, ഇങ്ങനെ ക്ഷേത്രത്തിൽ പോയി തന്നെ ചെയ്യണം. ഇനി വലിയ പൂജയൊക്കെയാണ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് കൂടുതൽ പണച്ചെലവാണ്. വീട്ടിൽ അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. ഇങ്ങനെയൊക്കെ എല്ലാം കൊണ്ടും നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, പണച്ചെലവുമുള്ളതാണ്. എന്നാൽ ഭഗവാൻ പറയുന്നു, നിഷ്കാമമായിട്ട് ഭഗവാനിൽ മനസ്സ് വെക്കുക എന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടെയാണ് നിങ്ങൾ ഭക്തി ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പണച്ചെലവുമില്ല. കാരണം എന്താണെന്ന് പറയുന്നു. 26ാമത്തെ ശ്ലോകം. പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്ത്യാ പ്രയച്ഛതി യഹ മേ ഭക്ത്യാ പ്രയച്ഛതി തത് അഹം തദഹം ഭക്തി ഉപഹൃതം അസ്നാമി പ്രയതാത്മനഃ. യഹ ആരാണോ ഭക്ത്യാ നിഷ്കളങ്കമായ ഭക്തിയോടുകൂടെ, അത് വരണമെങ്കിൽ തന്നെ ആഗ്രഹങ്ങളൊന്നുമില്ലാതിരിക്കണം. അപ്പോൾ ആഗ്രഹങ്ങളില്ലാത്ത മനസ്സിലുണ്ടാവുന്ന ആ നിഷ്കളങ്കമായ ഭക്തിയോടുകൂടെ മേ എനിക്ക്, പരമാത്മാവായ എനിക്ക്, നിങ്ങൾ പത്രം ഒരു ഇല പറിക്കാൻ പൈസ ചെലവില്ല. പുഷ്പം ഒരു പൂ പറിക്കാം. ഇനി ഫലം ഒരു കായ. ഇനി ഇതൊന്നും വേണ്ട, കുറച്ച് തോയം, കിണറ്റിൽ നിന്ന് കുറച്ച് വെള്ളമെടുത്തിട്ട് നിങ്ങൾ ഭക്തിയോടെ എനിക്ക് പ്രയച്ഛതി അർപ്പിക്കുമോ? എങ്ങനെയുള്ള ഭക്തനായിരിക്കണം? പ്രയതാത്മനഃ. എനിക്ക് ഈ ലോകത്തിൽ നിന്ന് ഒന്നും സിദ്ധിക്കാനില്ല, ഭഗവാനെ മാത്രം മതി എന്ന് ചിന്തയോടെ വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ പിന്തിരിപ്പിക്കുന്നവൻ, അതാണ് പ്രയതാത്മനഃ. എല്ലാ വിഷയ ചിന്തകളിൽ നിന്നും മനസ്സിനെ വേർപ്പെടുത്തി ഭഗവാൻ മാത്രം ശരണം എന്ന് ചിന്തിക്കുന്ന ആ ഭക്തൻ്റെ ഭക്തി ഉപഹൃതം, ഭക്തി കൊണ്ട് പൊതിഞ്ഞ ആ കാഴ്ചദ്രവ്യം അഹം അസ്നാമി, ഞാൻ സന്തോഷപൂർവം സ്വീകരിക്കുന്നു. ഭഗവാൻ പറയുന്നു, സകാമഭക്തിയിൽ നിങ്ങൾക്ക് ചെലവ് കൂടുതലാണ്. അതുമാത്രമല്ല, അങ്ങനെ ഒരു വഴിപാടൊക്കെ കഴിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ആ സന്തോഷത്തിന്, കാര്യം നടന്നു കിട്ടിയാലുള്ള ആ ഒരു സന്തോഷത്തിന് ആയുസ്സും കുറവാണ്. അപ്പോൾ എങ്ങനെ നോക്കിയാലും വലിയ ലാഭമൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ നിഷ്കാമഭക്തിയോടെ എനിക്ക് ഭഗവാനെ മാത്രം മതി എന്ന ചിന്തയോടെ, അങ്ങനെ
ആ വഴിയിൽ കാണുന്ന അല്ലെങ്കിൽ വീട്ടിലുള്ള ഒരു ഇല, ഒരു പൂവ്, ഇനി കുറച്ചു വെള്ളം, അതെടുത്ത് ഭഗവാനെ ഇത് ഞാൻ തരുന്ന എൻ്റെ ഒരു എളിയ സമ്മാനം എന്ന രീതിയിൽ നിങ്ങൾ ഭഗവാന് സമർപ്പിച്ചാൽ അത് സന്തോഷപൂർവം ഭഗവാൻ പറയുന്നു ഞാനത് സ്വീകരിക്കും. കാരണം അവിടെ ഭഗവാൻ നോക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഭാവമാണ്. എനിക്ക് ഭഗവാനെ മതി എന്ന ഒറ്റ ചിന്ത. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് മാത്രമേ പ്രയതാത്മാവായിട്ട് മാറാൻ സാധിക്കുള്ളൂ. എല്ലാത്തരം വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ മാറ്റാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ തീർത്തും ശുദ്ധമായ സ്ഫടികം പോലെ തിളങ്ങുന്ന ആ മനസ്സിൻ്റെ ഉടമ ഭക്തിയോടെ സമർപ്പിക്കുന്നതെന്തും ഞാൻ സ്വീകരിക്കുമെന്ന് ഭഗവാൻ ഉറപ്പ് തരികയാണ്. സകാമഭക്തിയിലിരിക്കുന്നവർക്ക് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, എൻ്റെ ഈ ആഗ്രഹം സാധിച്ചാൽ മാത്രമേ ഇനി ഞാൻ ആ ക്ഷേത്രത്തിലേക്കുള്ളൂ. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്ത് ഭക്തിയാണ്? എന്നിട്ട് ഭഗവാനെ പരീക്ഷിക്കുന്നത് പോലെ ഇന്ന ദിവസത്തിനുള്ളിൽ എനിക്കിത് ചെയ്തു തരണം. അങ്ങനെ ചിന്തിക്കുന്നവർക്കൊന്നും ഒരിക്കലും ഒരു സ്വസ്ഥത ഉണ്ടാവുകയില്ല. അതേസമയം ഭഗവാൻ മാത്രം മതി എന്ന് ചിന്തിക്കുന്നവർക്ക് എപ്പോഴും ഒരു പ്രസാദമാണ് ഉള്ളിൽ. അത് തന്നെയാണ് ഈശ്വരപ്രീതിയുടെ ഒരു അടയാളവും. പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്ത്യാ പ്രയച്ഛതി തദഹം ഭക്ത്യുപഹൃതം അസ്നാമി പ്രയതാത്മന. ഇങ്ങനെ നിഷ്കാമഭക്തിയോടുകൂടെ ജീവിക്കുന്ന ഒരാൾ ചിത്തശുദ്ധി വന്ന് പ്രസന്നത അനുഭവിക്കാറാകുമ്പോൾ സർവത്ര ഈശ്വര സാന്നിധ്യം അനുഭവപ്പെടും. അങ്ങനെ ജീവിതം മുഴുവൻ ഈശ്വരാർപ്പണമായി തീരും. ഇങ്ങനെ സർവവും ഈശ്വരാർപ്പണമാക്കി തീർക്കുന്ന ഒരു പരമഭക്തൻ്റെ ഭഗവത് പൂജാ സ്വരൂപം അത് എങ്ങനെയാണ് ആ ഭക്തൻ പിന്നീട് ജീവിക്കുന്നത് എന്ന് പറയുകയാണ് 27ാമത്തെ ശ്ലോകം. യത് കരോഷി യത് അശ്നാസി യത് അശ്നാസി യത് ജുഹോഷി യത് ജുഹോഷി ദദാസി യത് യത് തപസ്യസി കൗന്തേയ തത് കുരുഷ്വ മദർപ്പണം. ഹേ കൗന്തേയ, യത് കരോഷി, ഈ ജീവിതയാത്രയിൽ നീ എന്തൊക്കെയാണോ ചെയ്യാൻ ബാധ്യസ്ഥനായിത്തീരുന്നത് അത് എല്ലാം, ഇനി യത് അസ്നാസി, എന്തൊക്കെയാണോ ഭക്ഷിക്കുന്നത് അതൊക്കെ തന്നെ, ഇനി യത് ജുഹോഷി, ഒരു പൂജാദ്രവ്യമായിട്ട് എന്തൊക്കെ ഹോമിക്കാൻ ഇടവരുന്നുവോ, യത് ദദാസി, നീ എന്തൊക്കെയാണോ മറ്റൊരാൾക്ക് കൊടുക്കുന്നത്, യത് തപസ്യസി, ഏതു രീതിയിലുള്ള തപസ്സാണോ നീ ചെയ്യുന്നത്, തത്, അതൊക്കെ തന്നെ മദർപ്പണം കുരുഷ്വ, അത് പരമാത്മാവായ എനിക്കർപ്പണമാക്കിയിട്ട് ഇത് ഭഗവാന് വേണ്ടി എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് എനിക്ക് അർപ്പിക്കൂ, കുരുഷ്വ, അങ്ങനെ ചെയ്യൂ. ഇവിടെ നിഷ്കാമഭക്തിയിലുള്ള ഒരു ഭക്തനെ സംബന്ധിച്ച് ഞാൻ എന്ന വ്യക്തിബോധം പതുക്കെ പതുക്കെ ഇല്ലാതെയാകുന്നു. ഈ ശരീരം വെറുമൊരു ഉപകരണം മാത്രം. അതുകൊണ്ട് തന്നെ എന്തൊക്കെ ചെയ്യുന്നുവോ, എന്തൊക്കെ ഭക്ഷിക്കുന്നുവോ, എന്തൊക്കെ ഹോമിക്കുന്നുവോ, എന്തൊക്കെ ദാനം ചെയ്യുന്നുവോ, എന്തൊക്കെ തപസ് ചെയ്യുന്നുവോ അതൊക്കെ ആ പരമാത്മാവിനായിക്കൊണ്ട് ഞാൻ സമർപ്പിക്കുന്നു എന്ന ഭാവത്തിലായിരിക്കും ആ ഭക്തൻ പിന്നീട് ജീവിക്കുക. കർമ്മം ചെയ്യാതെ നമുക്കിവിടെ ഈ ലോകത്തിൽ ജീവിക്കാൻ പറ്റില്ല. എന്നാൽ ചെയ്യുന്നത് മുഴുവൻ ഭഗവാന് എന്ന രീതിയിൽ ചെയ്യുമ്പോൾ
അവൻ പൂർണ്ണമായും ഒരു സ്വാതന്ത്ര്യത്തെ അനുഭവിക്കുന്നു. അല്ലാത്തിടത്തോളം ഞാൻ ഇതൊക്കെ ചെയ്യുന്നു, എന്നിട്ടെന്താ ഇത് ശരിയാവാത്തത്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു, എനിക്കിതിന് കൃത്യമായ ഫലം കിട്ടണം, എന്നാലും എനിക്കിങ്ങനെ ചെയ്യേണ്ടി വന്നല്ലോ, ഇങ്ങനെയുള്ള പലവിധ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിതത്തിൽ ദുഃഖങ്ങളും ആകുലതകളും അനുഭവിക്കും. എന്നാൽ ചെയ്യുന്നതൊക്കെ ഭഗവാനുള്ള സമർപ്പണം എന്നാകുമ്പോൾ യാതൊരു വിധത്തിലുള്ള ദുഃഖവും ഇല്ല. ഇനി കഴിക്കുന്ന ഭക്ഷണം, ഈ ശരീരത്തിൻ്റെ ഉടമസ്ഥൻ ആ ഭഗവാനാണ്. ഞാൻ കഴിക്കുന്ന ഭക്ഷണം അത് ഭഗവാനുള്ള ഒരു നിവേദ്യമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അതും ഭഗവാനുള്ള ഒരു സമർപ്പണമായിത്തീരുന്നു. ഇനി യാഗാദി കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ അതൊക്കെ തന്നെ ഇത് ഇങ്ങനെയൊക്കെ ചെയ്താൽ എനിക്ക് എന്തെങ്കിലും ഫലം കിട്ടും എന്നല്ലാതെ എന്ന് ചിന്തിക്കാതെ ഇത് ഭഗവാനുള്ള സമർപ്പണം, എൻ്റേതായിട്ടുള്ളതൊക്കെ ഭഗവാനാണ് എന്ന രീതിയിൽ, അത് യാഗമാവട്ടെ വഴിപാടാവട്ടെ അതൊക്കെ ആ രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ അപ്പോഴും നമ്മൾ ഭഗവാനോട് കൂടുതൽ അടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ദാനം ചെയ്യാൻ ഒരു അവസരം ലഭിച്ചാൽ എൻ്റെ പണം കൊണ്ട് ഞാൻ ചെയ്യുന്നു എന്ന് ചിന്തിക്കാതെ ഇങ്ങനെ ചെയ്യാൻ ഭഗവാൻ എന്നെ നിയോഗിച്ചല്ലോ, മഹാഭാഗ്യം, ഇത് ഭഗവാന് വേണ്ടി, ഭഗവാന് നേരിട്ട് വന്ന് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് എന്നെ ഇതിന് നിയോഗിച്ചു എന്ന ഭാവത്തിൽ ചെയ്യുമ്പോൾ അവിടെ ഞാനെന്ന ഭാവമേ ഉണ്ടാവുകയില്ല. അങ്ങനെ എല്ലാ ദാനവും ഭഗവാന്റെ നിയോഗമായിട്ട് ഞാൻ ചെയ്യുന്നു. ഇനി തപസ്സാകട്ടെ, സ്വാധ്യായം, എന്തും എല്ലാം ഭഗവാന് സമർപ്പിക്കുക എന്ന ഭാവത്തോടെ ജീവിക്കുന്ന ഒരാൾ സർവതന്ത്ര സ്വതന്ത്രനാകുന്നു. അങ്ങനെ എപ്പോഴും ഒരു പ്രസന്നത അനുഭവിക്കാൻ സാധിക്കുന്നു. യത്കരോഷി യദശ്നാസി യജ്ജുഹോഷി ദദാസി യത്തപസ്യസി കൗന്തേയ തത്കുരുഷ്വ മദർപ്പണം. ഇങ്ങനെയെല്ലാം ഭഗവത് അർപ്പണമായി ചെയ്താൽ പിന്നെ എന്താണ് ആ ഭക്തനെ കാത്തിരിക്കുന്ന ഫലം? അതാണ് 28-ാമത്തെ ശ്ലോകം. ശുഭ അശുഭ ഫലൈഹി ഏവം ശുഭ അശുഭ ഫലൈരേവം മോക്ഷ്യസേ കർമ്മബന്ധനൈ സന്യാസയോഗയുക്താത്മാ വിമുക്തഃ മാം ഉപൈഷ്യസി. ഏവം, ഇപ്രകാരം എല്ലാ കർമ്മങ്ങളും ഈശ്വരാർപ്പണമാക്കി തീർത്താൽ ശുഭ അശുഭ ഫലൈഹി, പുണ്യ പാപഫലങ്ങൾ ആ ഫലരൂപത്തിലുള്ള കർമ്മബന്ധനൈഹി, കർമ്മത്തിൻ്റെ ആ കെട്ടുപാടിൽ നിന്ന് മോക്ഷ്യസേ, നീ മുക്തനാകും. അങ്ങനെ വിമുക്തഃ, അങ്ങനെ മുക്തനായിക്കഴിഞ്ഞാൽ അതാണ് സന്യാസയോഗം. കാരണം ഉള്ളിൽ നിന്ന് എല്ലാറ്റിനെയും ഉപേക്ഷിക്കുക. എനിക്ക് എന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ല, എല്ലാം ഭഗവാന്റെ എന്ന ഉപേക്ഷ അത് ഉള്ളിൽ നിന്ന് വരണം. മനസ്സുകൊണ്ട് സർവ്വതിനെയും ഉപേക്ഷിക്കുമ്പോൾ അതാണ് ശരിയായ സന്യാസം. അങ്ങനെ സന്യാസയോഗയുക്തഃ, അങ്ങനെ ആയിത്തീർന്ന് പിന്നീട് മാം, പരമാത്മാവായ എന്നെ ഉപൈഷ്യസി, നീ പ്രാപിക്കുന്നു. സർവതും ഈശ്വരാർപ്പണമാക്കി ചെയ്താൽ ഒരു ഗൃഹസ്ഥൻ പിന്നീട് ആയിത്തീരുന്നത് സന്യാസിയാണ്. പുറമേക്കുള്ള വേഷമല്ല സന്യാസം, ഉള്ളിൽ നിന്നുള്ള ഈ ഒരു ത്യാഗമാണ്. എല്ലാം ഭഗവാന് എന്ന രീതിയിൽ അങ്ങനെ സമർപ്പിക്കുമ്പോൾ പിന്നെ ആ ഭക്തനെ പുണ്യവും ബാധിക്കില്ല, പാപവും ബാധിക്കില്ല. കാരണം
ചെയ്യുന്ന കർമ്മത്തിൻ്റെ മുഴുവൻ ഫലം ഭഗവാൻ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ഈ വ്യക്തിയെ ഇതൊന്നും ബാധിക്കുന്നില്ല. അങ്ങനെ സുഖം ദുഃഖം ഇങ്ങനെയുള്ള ദ്വന്ദ്വങ്ങളൊന്നുമില്ലാതെ എപ്പോഴും ഒരു ആനന്ദാവസ്ഥയിലിരിക്കുന്ന ആ ഒരു തലം, ആ തലം കൈവരിക്കുന്നു. അതാണ് ശരിയായ മോക്ഷം. ആ അവസ്ഥയാണ് സന്യാസം. അങ്ങനെ സന്യാസയോഗയുക്തനായിട്ടുള്ള ആ ആൾ ജ്ഞാനത്തിന് അധികാരിയായിത്തീരുന്നു. അങ്ങനെ അധികാരിയായിത്തീരുന്ന ഒരാളുടെ മുന്നിൽ ഭഗവാൻ തന്നെ ഒരു ഗുരുവിനെ അയക്കുന്നു. അങ്ങനെ ആ ജ്ഞാനലബ്ധിയിലൂടെ ആ ആൾ ഭഗവാനിലേക്ക് ലയിക്കുന്നു. അപ്പോൾ പറയാൻ വളരെ എളുപ്പമാണ് എല്ലാം ഭഗവാന് സമർപ്പിക്കുക എന്നത്. പക്ഷേ നമ്മുടെ ഉള്ളിൽ ഞാനെന്ന ഭാവം എത്രമാത്രം വേരുപിടിച്ചിരിക്കുന്നു എന്ന് ഇതൊന്ന് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. പക്ഷേ ഉള്ളിൽ ആ ഭക്തി വളർത്തിക്കൊണ്ടുവന്ന് താനെന്ന ഭാവത്തെ മുഴുവനായും ഇല്ലാതാക്കാൻ സാധിച്ചാൽ സർവത്ര ഭഗവാനെ അനുഭവിക്കാൻ സാധിക്കും. അതിൽ പരം ഒരു സന്തോഷം ഈ ലോകത്തിൽ വേറെ ലഭിക്കാനില്ല. ശുഭാശുഭഫലൈരേവം മോക്ഷസേ കർമ്മബന്ധനേ സന്യാസയോഗയുക്താത്മാ വിമുക്തോ മാമുപൈഷ്യസി. സകാമഭക്തിയുടെ ഒരു അവിഭാജ്യ ഘടകമാണ് ഈ വഴിപാടുകൾ. പൊതുവെ വഴിപാടുകളൊക്കെ നമ്മൾ ചെയ്യാം എന്ന് മനസ്സിൽ വിചാരിച്ചാൽ അത് ആ കൃത്യസമയത്ത് ചെയ്തിരിക്കണം. അങ്ങനെ ചെയ്യാതെ വന്നാൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായതായിട്ട് പലർക്കും അനുഭവപ്പെട്ടിട്ടുണ്ടാകും. പക്ഷെ ഇതുപോലും നമ്മൾ ആ ഭഗവാനെ നമ്മളെപ്പോലൊരു മനുഷ്യനായി കാണുന്നത് കൊണ്ടാണ്. നമ്മുടെ ഭാവന എങ്ങനെയോ അതുപോലെയേ ഭഗവാൻ ഇങ്ങോട്ടും നമ്മളോട് ആ ഒരു പരിഗണന നമ്മളോട് അങ്ങനെയാണ് പെരുമാറുന്നത്. അപ്പോൾ ഒരു ദേവിയായിട്ട് ദേവനായിട്ട് എന്നെപ്പോലെ ആണ്, എനിക്കൊരു കാര്യം ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് പിന്നെ മാറ്റി പറയുമ്പോൾ എനിക്ക് ദേഷ്യം വരും. അതുപോലെ ഭഗവാനും എന്നോട് അങ്ങനെ ഉണ്ടോ എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് കുറേയൊക്കെ നമുക്ക് അങ്ങനെ തോന്നുന്നത് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. എന്തായാലും അപ്പോൾ മനസ്സിലൊരു ചിന്തയുണ്ടാവും, അയ്യോ ഞാൻ വഴിപാട് കഴിച്ചിട്ട് അത് ചെയ്യാത്തത് കൊണ്ടാണോ ഇങ്ങനെ നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്നത് സത്യമായിട്ട് വരുന്നതായിട്ട് നമുക്ക് തോന്നുന്നതാണ്. കാരണം ഭഗവാൻ പറയുന്നു, എനിക്ക് ആരോടും പ്രത്യേകിച്ചൊരു പ്രിയമോ ദ്വേഷ്യമോ ഇല്ല. അതാണ് 29ാമത്തെ ശ്ലോകം. സമഹ അഹം സമോഹം സർവഭൂതേഷു ന മേ ദ്വേഷ്യഃ അസ്തി ദ്വേഷ്യോസ്തി ന പ്രിയഃ യേ ഭജന്തി തു മാം ഭക്ത്യാ മയി തേ തേഷു ച അപി അഹം ചാപ്യഹം. അഹം പരമാത്മാവായ ഞാൻ സർവഭൂതേഷു എല്ലാ ഭൂതങ്ങളിലും സമഹ തുല്യമായിട്ട് സ്ഥിതി ചെയ്യുന്നു. മേ എനിക്ക് ദ്വേഷ്യഃ ന അസ്തി ആരോടും പ്രത്യേകിച്ചൊരു വെറുപ്പും ഇല്ല. അതേപോലെ പ്രിയഃ ന ആരോടും പ്രത്യേകിച്ചൊരു പ്രിയവും ഇല്ല. ഏതു ആരാണോ മാം ഭക്ത്യാ ഭജന്തി എന്നെ പരമപ്രേമത്തോടെ ആരാധിക്കുന്നത്, തേ അവർ മയി എന്നിലെത്തിച്ചേരുന്നു. ഒപ്പം അഹം ഞാൻ തേഷു ച അപി അവരിലും തെളിഞ്ഞ് വിളങ്ങുന്നു. അവർക്ക് എൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കുന്നു. ഇതാണ് ശരിക്കും സംഭവിക്കുന്നത്. ഭഗവാൻ പറയുന്നു, എല്ലാവരിലും ഞാൻ തുല്യനായിട്ടാണ് ഉള്ളത്. കാരണം ഒരേ ജീവാത്മാവ് തന്നെയാണ് സർവരിലും വിളങ്ങുന്നത്. പക്ഷേ ചിലവർക്ക് എന്തുകൊണ്ട് ആ ഒരു ഭക്തി, ചിലവർക്ക് എന്തുകൊണ്ട് അതില്ല.
ഇനി അങ്ങനെ ഇല്ലാത്തവരോട് ഭഗവാന് ദേഷ്യമുണ്ടോ? ഭഗവാൻ പറയുന്നു, എനിക്ക് ആരോടും ദേഷ്യമില്ല. ഇനി ഭക്തി ഉള്ളവരോട് പ്രത്യേകതയുണ്ടോ? അതുമില്ല. പിന്നെ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾക്ക് ഭക്തിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയം ഒരു പ്രകാശം ഉള്ളിൽ അനുഭവപ്പെടും. കാരണം നിങ്ങൾ എന്നോട് അത്രയും അടുത്തിരിക്കുന്നു. ഒപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു മറ, മായയുടെ മറ മാറിയിട്ട് ഉള്ളിൽ എന്നെ അനുഭവിക്കാൻ സാധിക്കുന്നു. ഇത് മനസ്സിലാവാൻ നമുക്ക് സൂര്യനെ ഉദാഹരണമാക്കി എടുത്താൽ മതി. സൂര്യൻ രാവിലെ കൃത്യമായി ഉദിക്കുന്നു, നല്ല വെളിച്ചം തരുന്നു. ഒരാൾ വീടിൻ്റെ ജനാലകളും വാതിലുകളും തുറന്നിട്ടാൽ, ആരൊക്കെയാണോ അങ്ങനെ തുറന്നിടുന്നത് അവരുടെ വീട്ടിനുള്ളിൽ ആ പ്രകാശം ഉണ്ടാകുന്നു എന്ന് വിചാരിച്ച് സൂര്യന് അവരോട് പ്രത്യേകിച്ചൊരു ഇഷ്ടമുണ്ട്, അതുകൊണ്ട് അവരുടെ വീട്ടിൽ വെളിച്ചമുണ്ടായി എന്നൊന്നും പറയാൻ പറ്റില്ല. അവർ ജനൽ തുറന്നു, അവരുടെ വീട്ടിൽ വെളിച്ചം വന്നു. ഇനി ആരൊക്കെയാണോ ജനൽ തുറക്കാതെ, വാതിൽ തുറക്കാതെ, ഇനി നല്ല കട്ടിയുള്ള കർട്ടനും ഒക്കെ ഇട്ട് മുറി എപ്പോഴും അടച്ചിട്ടിരിക്കുന്നത്, അവരുടെ വീട്ടിൽ ഒരിക്കലും സൂര്യപ്രകാശം ഉണ്ടാവുകയേയില്ല. അതിനർത്ഥം സൂര്യൻ അവരോട് എന്തെങ്കിലും ദേഷ്യമുണ്ട് എന്നല്ല. അവർ ജനൽ തുറന്നില്ല, അതുകൊണ്ട് വെളിച്ചം അവരുടെ വീട്ടിനുള്ളിലേക്ക് ഉണ്ടായില്ല. ഇനി സൂര്യപ്രകാശം കിട്ടുന്നവർക്ക് പകൽ സമയത്ത് ലൈറ്റിൻ്റെ ആവശ്യമില്ല. അവർക്ക് വീടിൻ്റെ മുക്കും മൂലയും ഈ സൂര്യവെളിച്ചത്തിൽ തന്നെ കാണാൻ സാധ്യമാണ്. എന്നാൽ വാതിലുകൾ അടച്ചു വച്ചിരിക്കുന്നവർക്ക് ഒന്നുകിൽ വീട്ടിൽ ലൈറ്റ് വേണം. ലൈറ്റ് പോലും ഒരു മുറിയിൽ ലൈറ്റിട്ടാൽ അടുത്ത മുറിയിൽ വെളിച്ചം എത്തില്ല. അടുത്ത മുറിയിൽ വെളിച്ചം വരണമെങ്കിൽ ആ മുറിയിലെ ലൈറ്റ് ഇടണം. ഇതേപോലെ ഭഗവാനിൽ അടുക്കുന്നവർക്ക്, ഭഗവാനോട് അടുക്കുന്നവർക്ക് മനസ്സിലെപ്പോഴും ഒരു പ്രസാദമായിരിക്കും. അവർക്ക് ജീവിതത്തോട് തന്നെ ഒരു വല്ലാത്ത ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനം ആയിരിക്കും. അല്ലാത്തവർക്ക്, ഇതുപോലെ ഈശ്വരാഭിമുഖം ആയിട്ട് ജീവിതത്തെ കാണാത്തവർക്ക് വെളിച്ചമുണ്ടാകും. അത് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സാധിക്കുമ്പോൾ മാത്രം. ഒരു നേട്ടം ഉണ്ടാകുമ്പോൾ ഒരു സന്തോഷം. നേരത്തെ പറഞ്ഞ പോലെ ഒരു മുറിയിൽ ലൈറ്റ് ഇട്ടിരുന്നാൽ ആ മുറിയിൽ വെളിച്ചമുണ്ടാകും. പക്ഷെ അടുത്ത മുറിയിൽ പോകാൻ വീണ്ടും അവിടെ ലൈറ്റ് ഇടണം. എന്നാൽ സൂര്യപ്രകാശമുള്ള ഒരു വീട്ടിൽ ലൈറ്റ് ഇടേണ്ട ആവശ്യമേ ഇല്ല. അതായത് ഭഗവാനിൽ മനസ്സ് വെച്ചിരിക്കുന്നവർക്ക് പ്രത്യേകിച്ച് മറ്റൊരു സന്തോഷത്തിൻ്റെ ആവശ്യമില്ല. എന്നാൽ അങ്ങനെ അല്ലാത്തവർക്ക് ജീവിതത്തിലെ ഭൗതിക നേട്ടങ്ങൾ ഉണ്ടായാൽ മാത്രമേ അവർക്ക് സന്തോഷം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ സൂര്യന് പ്രത്യേകിച്ച് ആരോടും ദേഷ്യവുമില്ല, സ്നേഹവുമില്ല എന്ന പോലെ ഭഗവാനിലേക്ക് മനസ്സർപ്പിക്കുന്നവരോട് ഭഗവാന് പ്രത്യേകിച്ചൊരു ഇഷ്ടം എന്നല്ല, അവർ ഭഗവാനിലേക്ക് മനസ്സ് വെച്ചതുകൊണ്ട് അവർക്ക് ആ വെളിച്ചം കിട്ടി. അങ്ങനെ അല്ലാത്തവർക്ക് അത് കിട്ടുന്നുമില്ല. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഭഗവാനായിട്ട് ആരോടും ദേഷ്യവുമില്ല, പ്രത്യേകിച്ചൊരു മമതയും ഇല്ല. ഭഗവാൻ സർവത്ര സൂര്യനെ പോലെ ഒരു സാക്ഷിയായിട്ടിങ്ങനെ ഈ ലോകത്തിൽ വിളങ്ങുന്നു. ഭഗവാനോട് അടുത്താൽ നമുക്ക് സുഖം കിട്ടും, അത്രമാത്രം. അടുത്തില്ലെങ്കിൽ ആ സുഖം കിട്ടില്ല, അത്രേ ഉള്ളൂ. എല്ലാവരിലും ഒരേ ജീവാത്മസ്വരൂപം തന്നെയാണുള്ളത്. ഭഗവാനിലേക്ക് അടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ആ ജീവാത്മാവ് കൂടുതൽ കൂടുതൽ പ്രകാശിക്കുന്നു. അങ്ങനെ നമ്മുടെ ഉള്ളിൽ ഭഗവാനെ അനുഭവിക്കാൻ സാധിക്കുന്നു. എന്നാൽ അങ്ങനെ അടുക്കാത്തവരുടെ ഉള്ളിലെ ആ ജീവാത്മസ്വരൂപം കൂടുതൽ കൂടുതൽ ആ അഴുക്ക് പുരണ്ട ഒരു കണ്ണാടി പോലെ ആ വെളിച്ചം അതിൽ ശരിയായ രീതിയിൽ പ്രതിബിംബിക്കാത്തതുപോലെ അതങ്ങനെ മങ്ങിയിരിക്കും എന്നത് മാത്രമാണ് ഒരു വ്യത്യാസം. സമോഹം സർവഭൂതേഷു ന മേ ദ്വേഷ്യോസ്തി ന പ്രിയ
ये भजन्ति तु मां भक्त्या मयि ते तेषु चाप्यहम्। ॐ श्रीकृष्णार्पणमस्तु।